ഹായ് ഹലോ എവരി വൺ. അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 സിലബസിലെ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, അതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുമായിട്ട് സോഷ്യോളജിക്കുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. അതായത് സോഷ്യോളജി, സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസ്. അപ്പോൾ ഇതിന് നമ്മൾ ഓൾറെഡി 4 സബ്ജക്റ്റുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളത് 3 എണ്ണമാണ്. അതായത് സോഷ്യോളജിയും ഹിസ്റ്ററി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, സോഷ്യോളജിയും ജിയോഗ്രഫിയും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയും എഡ്യൂക്കേഷനും ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കൂട്ടുകാരെ, ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി, സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ആൻഡ് സൈക്കോളജി. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി, സോഷ്യോളജി ആൻഡ് ജിയോഗ്രഫി, സോഷ്യോളജി ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പം നമുക്ക് ആദ്യം തന്നെ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയും ചരിത്രവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഹിസ്റ്ററി എന്താണ്? സ്റ്റഡീസ് പാസ്റ്റ് ഇവൻറ്റ്സ്, സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സ് ത്രൂ ക്രൊണോളജിക്കൽ റെക്കോർഡ്സ് ആൻഡ് അനാലിസിസ്. അതായത് കാലാനുക്രമ രേഖകളിലൂടെയും വിശകലനങ്ങളിലൂടെയും ചരിത്രം, മുൻകാല സംഭവങ്ങൾ, സമൂഹങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവ പഠിക്കുന്നു. അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓവർലാപ്പ്. സോഷ്യോളജിസ്റ്റ് ഓഫൺ യൂസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ടു അണ്ടർസ്റ്റാൻഡ് കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഹിസ്റ്റോറിയൻസ് യൂസ് സോഷ്യോളജിക്കൽ തിയറീസ് ടു ഇൻ്റർപ്രറ്റ് പാസ്റ്റ് ഇവൻറ്റ്സ്. ഇത് സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാമൂഹ്യ ശാസ്ത്രജ്ഞർ പലപ്പോഴും ചരിത്രപരമായ വിവരങ്ങളെ ഉപയോഗിക്കുന്നു. ചരിത്ര കലാകാരന്മാർ മുൻകാല സംഭവങ്ങളെ വ്യാഖ്യാനിക്കാൻ സാമൂഹിക സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ മുൻകാലത്ത് നടന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ യുദ്ധങ്ങൾ, അതുപോലെ പല ഹിസ്റ്റോറിക്കൽ പരമായ പല പ്രശ്നങ്ങൾ, മൂമെൻറ്റ്സ്, അതുപോലെ തന്നെ പല സമരങ്ങളും ഒക്കെ അറിയുന്നതിന് വേണ്ടി ഹിസ്റ്ററിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡുകൾ പരിശോധിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, ലൈബ്രറി വിസിറ്റ് ചെയ്യുന്നു, അന്നത്തെ ആളുകളുമായിട്ട് ആ ഇൻസിഡൻറ്റ് കണ്ട വ്യക്തികളോട് നമ്മൾ സംസാരിക്കുന്നു, അവരോട് ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഡയറീസ് പരിശോധിക്കുന്നു, അന്നത്തെ ന്യൂസ് പേപ്പറുകൾ വായിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നടന്ന കാര്യങ്ങൾ, അതായത് പണ്ട് നടന്ന കാര്യങ്ങൾ, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെയാണ് ഹിസ്റ്ററിയും സോഷ്യലും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഹിസ്റ്ററിയും സോഷ്യോളജിക്കും നൽകുന്ന സംഭാവന എന്താണ്? കോൺട്രിബ്യൂഷൻ. ഹിസ്റ്റോറിക്കൽ കണ്ടക്സ്റ്റ് എൻറിച്ചസ് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹൗ സൊസൈറ്റീസ് ഇവോൾവ്, വൈൽ സോഷ്യോളജിക്കൽ തിയറീസ് പ്രൊവൈഡ് ഫ്രെയിംവർക്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഹിസ്റ്റോറിക്കൽ പാറ്റേൺസ് ആൻഡ് പ്രോസസ്സസ്. അതായത് ചരിത്രപരമായ സന്ദർഭം സമൂഹങ്ങൾ എങ്ങനെ പരിണമിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സാമൂഹിക ധാരണയെ സമ്പന്നമാക്കുന്നു. അതേസമയം സാമൂഹിക സിദ്ധാന്തങ്ങൾ ചരിത്രപരമായ പാറ്റേണുകളും പ്രക്രിയകളും മനസ്സിലാക്കുന്നതിനുള്ള ചട്ടക്കൂടുകൾ നൽകുന്നു. ഇതാണ് ഹിസ്റ്ററിയുടെ സംഭാവന സോഷ്യോളജി പഠിക്കുന്നതിന് വേണ്ടി. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായി ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയും ജിയോഗ്രഫിയും, അതായത് സോഷ്യോളജിയും ഭൂമിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. എന്താണ് ജിയോഗ്രഫി? ജിയോഗ്രഫി എക്സാമിൻസ് the physical environment and its impact on human activities along with spatial distributions and pattern. അത് ഭൂമിശാസ്ത്രം ഭൗതിക പരിസ്ഥിതിയും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ സ്വാധീനം വളരെയധികം ചെലുത്തുന്നുണ്ടല്ലേ. മനുഷ്യൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഓവർലാപ്പ്. സോഷ്യോളജി ആൻഡ് ജിയോഗ്രഫി ഇൻ്റർസെക്റ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, അർബനൈസേഷൻ ആൻഡ് ദ സ്പേഷ്യൽ ആസ്പെക്റ്റ് ഓഫ് സോഷ്യൽ ഫിനോമിന. സാമൂഹ്യശാസ്ത്രവും ഭൂമിശാസ്ത്രവും മനുഷ്യവാസ സ്ഥലങ്ങൾ, നഗരവൽക്കരണം, സാമൂഹിക പ്രതിഭാസങ്ങളുടെ സ്പേഷ്യൽ വശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിൽ വിഭജിക്കുന്നു.
അതായത് ജോഗ്രഫി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ, അതായത് മനുഷ്യൻ എവിടെയാണ് ജീവിക്കുന്നത്, ഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പം മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് എന്താ പറയുക, എക്കോളജി, പിന്നെ ബയോഡൈവേഴ്സിറ്റി, മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാട്, ഹാബിറ്റാറ്റ്, അപ്പോൾ അതൊക്കെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് സോഷ്യോളജിയും ഭൂമിശാസ്ത്രവും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് പറയുന്നത്. അടുത്തത് കോൺട്രിബ്യൂഷൻ. ജോഗ്രഫിക് മെത്തേഡ്സ് ആൻഡ് സ്പേഷ്യൽ അനാലിസിസ് ഹെൽപ്പ് sociologists understand the spatial dimensions of social life, while sociological insights reveal the social implications of geographic patterns. എന്ത് ഭൂമിശാസ്ത്ര രീതികളും സ്പെഷ്യൽ വിശകലനങ്ങളും സാമൂഹിക ജീവിതത്തിൻ്റെ സ്പെഷ്യൽ മാനങ്ങൾ മനസ്സിലാക്കാൻ സാമൂഹ്യശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. അതേസമയം സാമൂഹ്യശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ ഭൂമിശാസ്ത്രപരമായ പാറ്റേണുകളുടെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ വെളിപ്പെടുത്തുന്നു. അതൊക്കെയാണ് സോഷ്യോളജിയിൽ ജോഗ്രഫിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ലൈഫിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹ്യൂമൻ അതായത് മനുഷ്യർ ജീവിക്കുന്ന ചുറ്റുപാട്, മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ, അതായത് പരിസ്ഥിതി, അവന് ശ്വസിക്കാനും അതുപോലെ തന്നെ അവൻ്റെ ഭക്ഷണം, അവൻ്റെ ജോലി, അവൻ്റെ ആവാസ സ്ഥലം ഒക്കെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, കേരളവും അതുപോലെ തന്നെ ജമ്മു കാശ്മീരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജമ്മു കാശ്മീരിൽ എന്താണ്, മഞ്ഞ് മൂടിയ പ്രദേശങ്ങളാണ്. പക്ഷേ കേരളത്തിൽ എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയും കാണപ്പെടുന്നു. അപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്കും അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ ഭക്ഷണ രീതിയിലാണെങ്കിലും അവരുടെ ഭാഷയിലും അവരുടെ വസ്ത്രധാരണത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതിനെയാണ് സോഷ്യോളജിയായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. അപ്പോൾ അവസാനമായി ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ സ്റ്റഡീസ് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ പോളിസീസ്. അതോടൊപ്പം തന്നെ ഓവർലാപ്പ്, അതായത് സോഷ്യോളജിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധം. ബോത്ത് ഫീൽഡ് അനലൈസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സൊസൈറ്റി, ദ സോഷ്യലൈസേഷൻ പ്രോസസ്സസ് ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി ആൻഡ് ഇൻഇക്വാളിറ്റി. അതായത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, ടീച്ചിങ് ആൻഡ് ലേണിംഗ്, കുട്ടികളെ പഠിപ്പിക്കുക, അതോടൊപ്പം കുട്ടികൾ അതിനനുസരിച്ച് അറിവ് നേടുക, ആ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ നയങ്ങൾ, ഇവയൊക്കെ സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് മേഖലകളിലും സമൂഹത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക്, സാമൂഹികവൽക്കരണ പ്രക്രിയ, സാമൂഹിക ചലനാത്മകതയിലും അസമത്വം, അതായത് ഇൻഇക്വാളിറ്റി ഒക്കെ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനം കാണാൻ പറ്റും. അതുകൊണ്ടാണ് വിദ്യാഭ്യാസവും സോഷ്യോളജി തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യം നോക്കാം. എന്താണ് കോൺട്രിബ്യൂഷൻ, അതായത് എഡ്യൂക്കേഷൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് കോൺട്രിബ്യൂഷൻ? എഡ്യൂക്കേഷണൽ തിയറീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻഫോം സോഷ്യോളജിക്കൽ റിസർച്ച് ഓൺ സോഷ്യലൈസേഷൻ, while sociological insight into social structures and inequalities help shape educational policies and practices. അപ്പോൾ വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങൾ, അപ്പോൾ നമുക്ക് ഒരുപാട് തിയറികൾ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് പിയാഷേൻ്റെ തിയറി, അതിൻ്റെ പേഴ്സണാലിറ്റി തിയറീസ്, ഇൻ്റലക്ച്വൽ തിയറീസ്, അങ്ങനെ ഒരുപാട് തിയറീസ്, ലേണിംഗ് തിയറീസ്. അപ്പോൾ ഈ തിയറീസൊക്കെ തന്നെ എന്തിനാണ് ഡെവലപ്പ് ചെയ്തത്? കുട്ടികളുടെ വിദ്യാഭ്യാസം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സാമൂഹികവൽക്കരണം, സാമൂഹിക ഗവേഷണം ഒക്കെ നമുക്ക് സോഷ്യോളജിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധം കാണാൻ പറ്റും. അതേസമയം സാമൂഹിക ഘടനകളെയും അസമത്വങ്ങളെയും കുറിച്ചുള്ള സാമൂഹിക ഉൾക്കാഴ്ചകൾ വിദ്യാഭ്യാസ നയങ്ങളെയും സമ്പ്രദായങ്ങളെയും രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇന്നിക്വാളിറ്റീസ് ഇന്ന് നമ്മുടെ സൊസൈറ്റി ഉണ്ട് അല്ലേ, ജെൻഡർ ഇന്നിക്വാളിറ്റി നന്നായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാ ജെൻഡറും ഈക്വലാണ്, ഒരുപോലെയാണ് എന്നുള്ള കൺസെപ്റ്റ് കുട്ടികളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. ചെറുപ്പത്തിലുള്ള കരിക്കുലത്തിലേക്ക് അത് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ പെൺകുട്ടികൾ ചെയ്യുന്ന ജോലികൾ ആൺകുട്ടികളും ചെയ്യുക, അതിന് മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പാഠപുസ്തകങ്ങളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുക, കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുക, പാരൻസിന് ബോധവൽക്കരണം നൽകുക. അതുപോലെ തന്നെ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച്, ജോലിക്ക് സ്ത്രീകളും പോവുക, പുരുഷന്മാർ മാത്രം പോയാൽ പോരാ, സ്ത്രീകൾ കുടുംബിനികളായി ഒതുങ്ങിക്കൂടേണ്ടവരല്ല, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് അധ്യാപകരിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ബേസിക് എഡ്യൂക്കേഷൻ എന്ന പോലെ തന്നെ വളരെ പ്രൈമറി ക്ലാസ്സുകളിൽ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്
അധ്യാപകരുടെ ചുമതലയാണ്. അപ്പോൾ നല്ലൊരു വിദ്യാഭ്യാസ സിസ്റ്റത്തിലൂടെ മാത്രമേ അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 7ഓളം സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോഷ്യോളജിയും സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ നമ്മളെ റിലേഷൻഷിപ്പാണ് ഈ ക്ലാസ്സിൽ ടീച്ചർ ഡിസ്കസ് ചെയ്തത്. വളരെ വിശദമായി എല്ലാ പോയിന്റുകളും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ 7 സബ്ജക്റ്റുകളും നന്നായിട്ട് പഠിക്കുക. അതും സോഷ്യോളജി നമ്മളെ റിലേഷൻഷിപ്പ് നന്നായിട്ട് മനസ്സിലാക്കുക. എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക. അപ്പോൾ തുടർന്നും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.